ഈ മഹത്തായ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ സമിതി അംഗവും കർണാടക സംസ്ഥാന അധ്യക്ഷനുമായ അബ്ദുൽ മജീദ് മൈസൂർ അവർകളാണ്. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരസിംഹരാജ മണ്ഡലത്തിൽ നിന്നും 45,000-ഓളം വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുൻ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ കർണാടകയുടെ ജനകീയ നേതാവ്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കിടുകിടാവിറപ്പിച്ച ഷേർ മൈസൂർ ഷഹീദ് ടിപ്പു സുൽത്താന്റെ നാട്ടിൽ SDPI നയിക്കുന്ന KH അബ്ദുൽ മജീദ് മൈസൂർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ പെരുമ്പാവൂരിലെ ഈ പൊതുപരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, മീഡിയ ഫ്രണ്ട്സ്, രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന സ്ലോഗനിൽ ഈ രാജ്യം നേരിട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് ഈ യാത്രയിൽ SDPI ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചണ്ഡീഗഡ് സിറ്റി മേയർ ഇലക്ഷൻ സംബന്ധിച്ച് ഒരു കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത്, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് സാഹിബ് പറഞ്ഞത്, ഡിസ്ട്രക്ഷൻ ഓഫ് ദ മോസ്റ്റ് വാല്യൂഡ് പ്രിൻസിപ്പൽസ് ഓഫ് ഡെമോക്രസി. ഇത് SDPI പറഞ്ഞതല്ല, സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡ് സാഹിബ് പറഞ്ഞതാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് ദി മോസ്റ്റ് വാല്യൂഡ് പ്രിൻസിപ്പൽസ് ഓഫ് ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യത്തിന്റെ തകർച്ചയാണ് നമ്മൾ കണ്ടത് എന്നാണ്. ഇതാണ് കഴിഞ്ഞ 15 വർഷത്തോളം SDPI ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇവിടെ ജനാധിപത്യം തകർക്കുന്നുണ്ട്. ഈ ജനാധിപത്യം തകർക്കുന്നതിനെ, അതിനെ തടയണം, അതിനെ സംരക്ഷിക്കണം. അങ്ങനെ ഒരു സംരക്ഷിക്കാൻ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ആക്ഷൻ പ്ലാൻ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. जो आज ये डेमोक्रेसी का जो डिस्ट्रक्शन हो लेकर है, डेमोक्रेसी तमाम इधर खत्म हो लेकर है, इसको रोकने के लिए और डेमोक्रेसी को बचाने के लिए यहां जितने भी पॉलिटिकल पार्टी से ऑपोजिशन हो, चाहे वो कांग्रेस हो, चाहे वो समाजवादी पार्टी हो, CPM हो, CPM हो, एक कंस्ट्रक्टिव प्लान इनके पास नहीं है. ये हर बार हमारे सामने आ रहा है. देखिए, मोदी गवर्नमेंट सबसे बड़ा एक धोखा, एक फेल्यूर आइडिया जो किया डिमोनेटाइजेशन का, यहां का जो लोकल इकोनॉमी बर्बाद हो गया, स्मॉल बिजनेस हाउसेस बर्बाद हो गया, कितने तकलीफें हुए. ये जो जितना बड़ा हादसा इस देश में होने में कोई एक पॉलिटिकल पार्टी से, अपोजिशन पॉलिटिकल पार्टीज एक बहुत बड़ा मुद्दा उठाकर जो देश भर में एहतजाज करना था, देश भर में बीजेपी का खिलाफ एक मूवमेंट खड़ा करना था, इसमें अपोजिशन पार्टीज फेल्यूर हो गया. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ ഓഫ് ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യം തകർക്കുന്ന ഒരു മെയിൻ അക്യൂസ്ഡ് ആണെങ്കിൽ, ഒരു പ്രതിയാണെങ്കിൽ, കോൺഗ്രസും സമാജ്വാദിയും CPIയും CPM എന്ന പ്രതിപക്ഷങ്ങൾ ഈ ഡിസ്ട്രക്ഷനിൽ തുല്യ പങ്കാളികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എന്താണ് മോദി ഗവൺമെന്റ് 2014 ഇവിടെ ഭരിക്കാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞത് अच्छे दिन आने वाला है, सबका साथ सबका विश्वास, हम विश्वगुरु बनेंगे। क्या बोला? विश्वगुरु बनेंगे, हमारा इकोनॉमी बहुत स्ट्रांग है। പക്ഷേ ഈ 10 വർഷത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. इस 10 साल में इस देश को जितना नुकसान हुआ, कैसा डेमोक्रेसी और इंडिया पीछे चला गया, इसको एक इवैल्यूएशन करने का जरूरत है। बीजेपी को वोट देने वालों, बीजेपी का अंधभक्तों, आपका सामने मैं कहना चाहता हूं, एक इवैल्यूएशन करना है 2014 के बाद 10 साल में इस देश कैसा बर्बाद हो गया। നിങ്ങൾക്കറിയുമോ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് സന്തോഷമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയിൽ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 150 രാജ്യങ്ങളിൽ 126ാമത്തെ റാങ്കാണ്, സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇത് ബാംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാനിലാണ് കീഴിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. क्या यही विश्वगुरु है? दूसरा, मैं बताना चाहता हूं बीजेपी को, संघ परिवार का लोगों को, आरएसएस का लोगों को मैं बताना चाहता हूं, आपको मालूम है आपका मोदी ने क्या बोला? आपका मोदी ने बोला न खाऊंगा न खाने दूंगा, न खाऊंगा न खाने दूंगा बोलकर करप्शन का खिलाफ बोलने वाले नरेंद्र मोदी का अंधभक्तों, सोचो, वर्ल्ड करप्शन करने वाले कंट्रीज का इंडेक्स में 93 का प्लेस है आउट ऑफ 150. करप्शन इंडेक्सिल 93 स्थानम. और एक मैं बताना चाहता हूं, ये वो इकोनॉमी के बारे में बात करते हैं, $1 ट्रिलियन का इकोनॉमी, 5 ट्रिलियन का बात करने वाले बार बार निर्मला सीतारामन बोलते हैं. आपको मैं बताना चाहता हूं, वर्ल्ड हंगर इंडेक्स में इंडिया 111 का प्लेसेस में, वर्ल्ड വിശപ്പിന്റെ ലോക റാങ്കിൽ 111ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ ഔട്ട് ഓഫ് 150 കൺട്രീസ്. ഇത് ശ്രീലങ്ക, ബാംഗ്ല, നേപ്പാളിനെക്കാളും കീഴിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞല്ലോ, ഡിസ്ട്രക്ഷൻ ഓഫ് ഡെമോക്രസി. അത് ഇലക്ഷനിൽ എങ്ങനെയാണ് അവര് ഇലക്ഷൻ കമ്മീഷനെയോ ഓഫീസേഴ്സിനെ മിസ്യൂസ് ചെയ്യുന്നത്? വേൾഡ് ഇലക്ഷൻ ഡെമോക്രസിയില് इंडेक्स 108ാമത്തെ സ്ഥാനം. वर्ल्ड इलेक्शन डेमोक्रेसी में 108 का प्लेस. आप डेवलपमेंट का बात करते हैं मोदी जी, वर्ल्ड ह्यूमन डेवलपमेंट में इंडेक्स में, वर्ल्ड डेवलपमेंट इंडेक्स में 132 प्लेस, 132ാമത്തെ സ്ഥാനമാണ് വേൾഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. എവിടെയാണ് ഡെവലപ്മെന്റ്? ഇന്ന് പ്രസ്സുകൾക്ക്, മീഡിയക്ക് ഫ്രീഡം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ആരോണോ മോദിക്ക് വിരുദ്ധമായി എഴുതുന്നോ പറയുന്നതാണെങ്കിൽ അവരെ വിവിധ ഏജൻസികൾ വിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അതാണ് വേൾഡ് പ്രസ് ഫ്രീഡമില് ഇന്ത്യ 150th प्लेस. इट्स वेरी अनफॉर्चुनेट. आज वर्ल्ड का प्रेस फ्रीडम में इंडिया 150th प्लेस में है, तो हम लोग इवैल्यूएशन करना इस देश क्या हो लेकर है. और वर्ल्ड जेंडर गैप में, वुमेन्स और जेंट्स का जो जेंडर गैप में 135th प्लेस, 135ാം സ്ഥാനമാണ്. ग्लोबल लिविंग स्टैंडर्ड इंडेक्स, मेरा मीडिया लोग
आज ये सब्जेक्ट चर्चा होना है। आज इस देश का 140 करोड़ लोगों का असल इश्यू क्या है, असल मुद्दा क्या है, ये चर्चा होना है। मगर अफसोस इस बात की है, हमारे मीडिया, गोदी मीडिया, आज मीडिया मोदी को वाह वाह करने का, राम मंदिर जैसा इश्यू को, कम्युनल इश्यू को, पोलराइजेशन को दिन भर दिखाने का ऐसा एक मीडिया आज चर्चा करना है। मैंने बताया वर्ल्ड प्रेस फ्रीडम में 150th प्लेस में, वर्ल्ड डेमोक्रेसी इंडेक्स में 93 प्लेस, ലോക ജനാധിപത്യ ഇൻഡെക്സിൽ 93ാമത്തെ സ്ഥാനമാണ്. ഇന്നൊരു വിഷയം, സമാധാനമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വേൾഡ് പീസ്ഫുൾ സൊസൈറ്റി അതിൽ 126ാമത്തെ റാങ്കാണ്. സമാധാനമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 126ാമത്തെ സ്ഥാനം. ഇതാണ് കഴിഞ്ഞ 15 വർഷത്തിൽ SDPI ഈ ദേശത്തിനുടനീളം, ഈ രാജ്യത്തിന്റെ ഉടനീളം പറഞ്ഞു വരുന്നത് ഡെമോക്രസി തകർക്കപ്പെടുന്നുണ്ട്, ഡെമോക്രസി തകർക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടോന്നോ CPI ഉണ്ടോന്നോ നിങ്ങൾ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ആരാണ് ഉള്ളത്? ഉത്തരേന്ത്യയിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം, അത് കർണാടക ആവട്ടെ, ഗുജറാത്തിലാവട്ടെ, UP-യിലാവട്ടെ, പശ്ചിമ ബംഗാളാവട്ടെ, ബീഹാറിലാവട്ടെ, ഈ പ്രശ്നങ്ങളെ നേരിടുന്നതും ഇതിനെ പ്രതിഷേധം ചെയ്യുന്നതും ഇതിന് ചോദ്യം ചെയ്യുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, CPI ഉണ്ടെന്ന് സമാധാനപ്പെടല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യ ഉടനീളം ഈ ഫാസിസ്റ്റുകളെ എതിർക്കുന്നുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമായി. അന്നദാതന്മാരായ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തയ്യാറില്ലാത്ത മോദി ഗവൺമെന്റ് അവരുടെ മേലെ ടിയർ ഗ്യാസ് വിടുന്നു, അവർ വരുന്ന വഴികളിൽ ആണിയടിക്കുന്നു. കഴിഞ്ഞ കർഷക വിരുദ്ധ നിയമങ്ങളെ പിൻവലിക്കണമെന്ന് പ്രതിഷേധം ചെയ്ത സമയത്തിൽ 700 കർഷകന്മാരാണ് രക്തസാക്ഷികളായത് എന്ന് നാം മറക്കരുത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിഷേധിച്ച ഇലക്ട്രോൾ ബോണ്ടിൽ മൊത്തം 16,000 കോടി രൂപയിൽ 10,000 കോടി BJPന്റെ അക്കൗണ്ടിലാണ് പോയത്. എന്തുകൊണ്ട് BJP ലീഡേഴ്സിനെ ED ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് NIA റെയ്ഡ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് CBI റെയ്ഡ് ചെയ്യുന്നില്ല? ഇവർ ED NIA മിസ്യൂസ് ചെയ്യാണ്. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോഡിയ ഒരു ED കേസിൽ 3 വർഷമായി ജയിലിൽ. മനസ്സിലാക്കണം, ഒരു അക്യൂസ്ഡ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ UAPA ഇങ്ങനത്തെ ഒരു കരി നിയമങ്ങളിൽ വെച്ച് ചോദ്യമില്ലാതെ, വിചാരണയില്ലാതെ 3 വർഷം 4 വർഷം ഒരു സ്റ്റേറ്റുടെ, ഒരു പാർട്ടിയുടെ, ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി CM ആണ് മനീഷ് സിസോഡിയനെ 3 വർഷത്തിൽ ജയിലിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ ED ഒരു കേസിൽ നിന്ന് കുടുക്കി ജയിലിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, സത്യപാൽ മലിക്, എക്സ് ഗവർണർ ഓഫ് കശ്മീർ, പുൽവാമയെ പറ്റി ചോദ്യം ചെയ്തതിന്, പുൽവാമ അറ്റാക്കായി 5 വർഷമായി 40 നമ്മളുടെ ആർമി പേഴ്സണൽ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി. അതിൽ ആരാണ് അക്യൂസ്ഡ്? ഒരു അതിന്റെ എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാവുന്നില്ല. ആരാണ് ഇതിൽ പ്രതികൾ എന്ന് പറയുന്നില്ല. ഇതാണ് 5 വർഷത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കി, BJPക്ക് ഡൊണേഷൻ കൊടുക്കാത്ത ഒരു 30 കമ്പനികൾ നമ്മൾ ED IT റെയ്ഡ് ചെയ്തു. അതിന്റെ ശേഷമാണ് മനസ്സിലായത്
ഈ റെയ്ഡ് ചെയ്തതിന് ശേഷം ആ കമ്പനികൾ BJPക്ക് 335 കോടി അവർ ഡൊനേഷൻ കൊടുത്തു. इन्हें और पॉलिटिक्स लोकसभा इलेक्शन मुंबई वेची लोकसभा इलेक्शन को सामने रख के 10 साल हुकूमत के बाद बीजेपी को इस देश का अवाम के सामने रखने के लिए कुछ एजेंडा नहीं है, कुछ डेवलपमेंट नहीं है. उसीलिए राम मंदिर का इनॉग्रेशन ये लोग बनाया, पॉलिटिकल बनाया. राम मंदिर अभी भी उसका प्रोजेक्ट कंप्लीट नहीं हुआ बोलकर मीडिया रिपोर्ट करते, उसके बावजूद भी वो ओपन किए, एक पॉलिटिकल एजेंडा बनाया, एक प्योर जो आध्यात्मिक का सब्जेक्ट को एक पॉलिटिकल इश्यू बनाया और मस्जिदों के ऊपर बुलडोजर चलाए. 700 വർഷം പഴയതായ ദഹലിയിൽ ആക്കുഞ്ചി പള്ളി അവർ തകർത്തി. അവിടുത്തെ DDA ഇല്ലീഗൽ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഇല്ലീഗൽ എന്ന് പറഞ്ഞിട്ട് അവര് മീഡിയയിൽ പറഞ്ഞത് ഏജൻസികൾ അത് ഫോറസ്റ്റ് റിസർവ് ലാൻഡ് ആണ്. 700 വർഷം മുമ്പ് കെട്ടിയ പള്ളിയെ ഇല്ലീഗൽ എന്ന് പറയുന്നു. എന്തുകൊണ്ട്? റിസർവ് ഫോറസ്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഫോറസ്റ്റ് ലാ വന്നത് 1865 അതിന്റെ ശേഷം അത് റെഗുലറൈസ് ആയത് 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. 1994 ഈ അക്കുഞ്ചി പള്ളിയുടെ പരിസരത്തെ അവർ ഫോറസ്റ്റ് ലാൻഡ് എന്ന് റിസർവ് ചെയ്തത്. 700 വർഷം മുമ്പ് കെട്ടിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ റെക്കോർഡായിട്ടുള്ള ഒരു പള്ളിനെയാണ് ഇവർ പറയുന്നത് അത് ഇല്ലീഗൽ ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സബ്ജക്റ്റിൽ ദഹലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയോ ഭാരത് ജോഡോ എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധിയോ ഇതിനെ ചോദ്യം ചെയ്തില്ല എന്നതാണ് വാസ്തവം. आज नफरत का दुनिया में मोहब्बत को दुकान खोलने वाले राहुल गांधी जी जो मेहरौली में अकोंजी का मस्जिद को इलीगल बोलकर बुलडोजर चलाया, उधर का इमाम का घर को तोड़ा, वहां का मदरसा को तोड़ा. कहां थे राहुल गांधी? एक क्वेश्चन भी नहीं किए. कहां थे आम आदमी पार्टी? कहां है CPM? कहां है CPM? कोई भी एक पॉलिटिकल पार्टी इस मस्जिद का जो इलीगल डिस्ट्रक्शन के पास कोई भी बात नहीं किया. यही है हकीकत. हम समझना चाहिए भाइयों, बुजुर्गों, मां बहनों. ഉത്തരാഖണ്ഡിൽ ഹൽക്കാരിൽ ഒരു നോട്ടീസും ഇല്ലാതെ പള്ളി തകർത്തു. 6 പേരാണ് രക്തസാക്ഷികളായത്. അതുപോലെ ഇവർ ഡെമോക്രസിനെ തകർത്തുകൊണ്ട് ഓപ്പറേഷൻ ലോട്ടസ് നടത്തി ഹാർസ് ട്രേഡിംഗ് നടത്തുന്നു. സുപ്രീം കോർട്ട് പറഞ്ഞതാണ്, SDP പറഞ്ഞതല്ല, സുപ്രീം കോർട്ട് പറഞ്ഞതാണ്. ഹാർസ് ട്രേഡിംഗ് നടത്തുന്നു. അതുകൊണ്ടാണ് ചണ്ഡീഗഡ് മേയർ ഇലക്ഷന്റെ ആ ടൈമിൽ 3 ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാർ BJPക്ക് കൂറു ചേർന്നത്. അപ്പോഴാണ് സുപ്രീം കോർട്ട് പറയുന്നത് ഇവിടെ ഹാർസ് ട്രേഡിംഗ് നടക്കുന്നത്. ഇത് പുതിയതല്ല. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഗോവയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആയി, അതിനുശേഷം BJP ആയി. മണിപ്പൂരിൽ, പുതുച്ചേരിയിൽ, മധ്യപ്രദേശിൽ 2017 ഫുൾ മെജോറിറ്റി കോൺഗ്രസ് വന്നു. പക്ഷെ 28 MLAകൾ BJPക്ക് ചേർന്നത് കൊണ്ടാണ് ഇന്ന് അവിടെ BJP വന്നത്. കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറിയാം നിങ്ങൾക്ക്, 2018 ഫുൾ മെജോറിറ്റി കോൺഗ്രസ് JDS ഭരിച്ചു. പക്ഷെ 17 MLAമാർ, സെക്യുലർ MLAമാർ BJPക്ക് സേലായത് കൊണ്ടാണ് അവിടെ കഴിഞ്ഞ BJP ഭരിച്ചത്. അതുപോലെ ടാക്സിൽ CGSTയിൽ എന്താണ് ചെയ്യുന്നത് ഞാൻ അത് സുദീർഘമായി പറയുന്നില്ല, നിങ്ങൾക്കെല്ലാവരും അറിയുന്നതാണ്. BJP ഗവൺമെന്റ് അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. 21-22 സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റ്സിന് 86,000 കോടി കൊടുത്താൽ ബീഹാറിന് മാത്രം 91,000 കോടി കൊടുത്താണ്. ഇതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് ചെയ്യുന്നുള്ളത്. ഞാൻ സുദീർഘിപ്പിക്കുന്നില്ല. जो ये हालात है इस देश का, डेमोक्रेसी इधर डिस्ट्रक्शन हो रहा है, इधर गवर्नमेंट एजेंसीज को मिसयूज कर लेकर है, इलेक्शन कमीशन को इधर मिसयूज कर लेकर है, डेमोक्रेसी का हर पिलर को मिसयूज कर लेकर है. तो इसमें
इस देश को हम लोग डेमोक्रेसी को बचाना ये जिम्मेदारी है। इस जिम्मेदारी का एहसास दिलाने के लिए हम पूरा मुल्क में एसडीपी अपना जद्दोजहद करें। ये एहसास दिलाने के लिए आज 14 तारीख से एसडीपी केरला अवाम के सामने इस इश्यू को रखते आए हैं। मैं कर्नाटक के तरफ से तमाम हमारा केरला का एसडीपी को अभिवाद्यंगल बोलते हुए आज का इस बेहतरीन कॉन्फ्रेंस को और ഇനോഗ്രേഷൻ किया ऐसा डिक्लेयर करता വളരെ സന്തോഷമായി ഈ പൊതുപരിപാടിയെ ഇനോഗ്രേഷൻ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ശുക്രിയ, താങ്ക് യു.